അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സിവിക്കിന്റെ വള്ളികൾ. ആദ്യത്തെ വള്ളി, ഞങ്ങൾ ഈ വണ്ടി മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഓടിച്ചാ വന്നേ. അപ്പോൾ അവിടുന്ന് വള്ളിയും പിടിച്ചോണ്ടാണ് വരുന്നത്. അതായത് ഏകദേശം ഒരു ചാലക്കുടി ഭാഗം എത്തിയെന്ന് തോന്നുന്നു. ഒരു സ്കൂട്ടറുകാരൻ ഇങ്ങോട്ട് വന്ന് ഡ്രൈവർ സൈഡ് മിറർ ഇടിച്ച് അങ്ങ് വിളിച്ചു. ഒന്നാലോചിക്കും, വണ്ടി നല്ലപോലത്തെ വീട്ടിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ജെസി എന്നിട്ട് പോയി സ്പെയർസ് ഒക്കെ കുറെ തപ്പി ഇതേ കളറിലുള്ളൊരു സിവിക്കിന്റെ മിറർ ഒപ്പിച്ചു. അതാകുമ്പോൾ മിറർ കവർ പിന്നെ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ മിററിൽ ഇൻഡിക്കേറ്റർ ഉള്ള മോഡലാണ്. അതിന്റെയും ഇൻഡിക്കേറ്റർ പൊട്ടിയിരിക്കുക. അങ്ങനെ ഞാൻ മിററിലെ ഇൻഡിക്കേറ്റർ നെറ്റി നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് 4000 രൂപ. പക്ഷെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഓപ്ഷനോടെ കിടപ്പുണ്ടായിരുന്നു. അത് പെയറിന് 2000 രൂപ. അതും LED. അത് ഓർഡർ ചെയ്ത് ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കി. സാധനം കൊള്ളാം. ഈ മറ്റേ ഡൈനാമിക് സ്വൈപ്പ് പരിപാടിയൊക്കെ ഉണ്ട്, സീക്വൻഷ്യൽ. ഓക്കെ, ബാക്കി വള്ളികളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഈ സിവിക്കിനെ കുറിച്ചൊന്ന് പറയാം. സോ FD സിവിക് എനിക്ക് VRCന്ന് ഇങ്ങോട്ട് വന്നോണ്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെ വലിയ മെഗാ വള്ളികളൊന്നും ഇല്ല. എസ്പെഷ്യലി എൻജിൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ. അതായത് റെവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഭയങ്കര റിഫൈൻഡ്, സ്മൂത്ത്, ഭയങ്കര ഹെൽത്തി ഒരു എൻജിൻ. ഞാനിങ്ങനെ ഹോണ്ടയുടെ സ്മൂത്ത്നെസ്സിനെ പറ്റി ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടപ്പോഴാണ് അതിന്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. VRS എന്ന് പറയുന്നത് മറ്റേ ആ ഒരു റോ നോയ്സി ഒരു ഭയങ്കര ഡ്രമാറ്റിക് സാധനമായിരുന്നെങ്കിൽ ഇത് അതേ അല്ല. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഭയങ്കര ലെയ്ഡ് ബാക്ക് വണ്ടിയാണ്. അതായത് ഇപ്പം ബിൽറ്റ് ഇൻ ആംറസ്റ്റ്, ഇത്രയും സ്പേഷ്യസ് ഒരു ഇന്റീരിയർ, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷൻ, അതിന്റെ കൂടെ ബഹളം ഒന്നും ഉണ്ടാക്കാത്തൊരു സൈലന്റ് എഞ്ചിൻ, എല്ലാം കൂടെ നമ്മൾ തന്നെ ഇങ്ങനെ സുഖത്തായി തന്നെ ഇങ്ങനെ ഇരുന്ന് പോകും. ചില സമയത്ത് ഇങ്ങനെ ചുമ്മാ, ഐ മീൻ അത്രയ്ക്ക് കംഫർട്ടബിളാണ്. എനിക്ക് ഇത്രയും കംഫർട്ട് വേണ്ട, നമുക്ക് കുറച്ചാൾ കഴിഞ്ഞിട്ട് കുറച്ച് ഒച്ചമ്പളമൊക്കെ വേണം. എഞ്ചിന്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ, ഹോണ്ടയുടെ ഈ എഞ്ചിൻ, അതായത് R18A, അതത്ര വലിയ പെർഫോമൻസ് ഓറിയന്റഡ് എഞ്ചിൻ ഒന്നും അല്ല. ഇത് മെയിൻലി കംഫർട്ട്, റിലയബിലിറ്റി, പിന്നെ ലോ എമിഷൻസ്, പിന്നെ ഒരു ഡെയിലി ഡ്രൈവബിൾ എഞ്ചിൻ, അങ്ങനെയാണ് ഇത് ഹോണ്ട ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോണ്ടയുടെ മറ്റേ പ്രാന്ത് എഞ്ചിനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ K20, K24, അല്ലെങ്കിൽ മറ്റേ H സീരീസിലുള്ള എഞ്ചിൻസ്, അല്ലെങ്കിൽ B സീരീസിലുള്ള എഞ്ചിൻസ്, ഇതൊക്കെയാണ് മറ്റേ ഹൈ റെവിങ് സാധനങ്ങൾ. നമുക്ക് K24 കിട്ടിയിട്ടുണ്ട് അക്കോർഡിനകത്തും CRV-ക്കകത്തും. ഇതിൽ ഏതൊരു വണ്ടി ഈ എഞ്ചിൻ എവിടെയെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. K24 സ്വാപ്പ് ഒത്തിരിയും പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ എഞ്ചിൻ സ്വാപ്പ് ഇല്ലീഗലാണ്. പറയാനായിട്ടൊന്നും ബാക്കി മോഡ്സ് എല്ലാം പക്ക ലീഗലാണ്. പക്ഷെ എന്ന് വെച്ചാൽ R18 അങ്ങനെ അണ്ടർ പവേർഡാന്നല്ല. ഇത് 200+ ഒക്കെ കയറുന്ന വീഡിയോസ് ഇഷ്ടംപോലെ നെറ്റി കിടപ്പുണ്ട്. അത് ഗേജിൽ 200+ കാണിക്കും, GPS വെച്ച് നോക്കുവാണെങ്കിൽ 190, 195 കാണിക്കത്തുള്ളൂ. പക്ഷെ സ്റ്റിൽ അത്രയും കയറാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പവർ ഡെലിവറി ഞാനിത് VRS ആയിട്ട് കമ്പയർ ചെയ്താണ് മെയിൻലി പറയുന്നത്. VRS എന്താണെന്ന് വെച്ചാൽ ഒരു 2000 RPM വരെ നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കും. 2K അങ്ങോട്ട് കഴിഞ്ഞുടനെ ടർബോ അവിടെ കിക്കിൻ ചെയ്തൊരു ഒറ്റ പുള്ളി ചെയ്യും. പക്ഷെ ഇതെന്ന് വെച്ചാൽ നല്ല ലോ RPM തന്നെ നമ്മളെ ഇങ്ങനെ പുള്ളി ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടർബോ ഇല്ല, അപ്പൊ പിന്നെ ടർബോ ലാഗും ഇല്ലല്ലോ. ഇനി iVTECന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, അത് ഈ ഹാർഡ് കോർ VTEC പോലൊരു സാധനമല്ല. ഇപ്പം VTEC എഞ്ചിൻ ആയിട്ടുള്ള ഇപ്പോൾ ഒരു K20 എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അത് ഇങ്ങനെ കയറി RPM ഒരു പോയിന്റ് അങ്ങോട്ട് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ക്യാം പ്രൊഫൈൽ ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്യും. ഭയങ്കര ഹൈ ലിഫ്റ്റിലോട്ടുള്ള ഒരു ക്യാം പ്രൊഫൈലോട്ട് കയറും. അതായത് വണ്ടിയുടെ സ്വഭാവം അവിടെ വെച്ച് മാറും. ഈ VTEC വണ്ടികൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് മൊത്തത്തിൽ ഒരു പഴഞ്ചൊല്ല്. അതിന്റെ പവർ ഡെലിവറി ഏകദേശം ടർബോ കിക്കിങ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ iVTEC ആണ്. അപ്പൊ ഇതിന്റെ വാൽവിന്റെ ടൈമിങ്, അതുപോലെ ആക്ച്വേഷൻ, ഇത് രണ്ടും എഞ്ചിന് വരുന്ന ലോഡിനനുസരിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വേരി ചെയ്തോണ്ടിരിക്കും. അത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. അതായത് ആ ഇൻസ്റ്റന്റ് സ്വിച്ചിന് പകരം ഇത് പ്രോഗ്രസീവ്ലി ഇങ്ങനെ കയറും. മറ്റേതുപോലെ കയറത്തില്ല, പക്ഷെ കയറും. വെയിറ്റ്, ഇനി ഹാൻഡ്ലിങ്. ഇതാണ് സിവിക്കിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ ഓടിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഹാൻഡ്ലിംഗ് കാർസ് ആയിരുന്നു. നമ്മൾ ഈ ഒരു വളവിന് തിരിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നതിന് മുമ്പേ വണ്ടി തിരിഞ്ഞു തുടങ്ങുമെന്ന് പറയത്തില്ലേ, അമ്മാതിരി സ്റ്റിയറിംഗ് റെസ്പോൺസ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു തുള്ളി അണ്ടർ സ്റ്റിയർ ഇല്ലാതെ മൊത്തത്തിലെ റോഡിലോട്ട് വണ്ടി കൊടുക്കും. ഇതിന്റെ ഫാക്ടറി സസ്പെൻഷൻ അത്യാവശ്യം സ്ക്വിഷി വോബിളി ഫീൽ ഒക്കെ തരുന്നതാണ്. എന്നിട്ടും വണ്ടി ഇത്രയും ഹാൻഡ്ലിംഗ് തരുന്നുണ്ട്. ഇതിന് അത്യാവശ്യം നല്ലൊരു കോയിൽ ഓവേഴ്സും പിന്നെ നല്ലൊരു സെറ്റ് ഓഫ് വീൽസ് ആൻഡ് ടയർസ് ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗ് ഭയങ്കര പ്രിസൈസ് ആവും. ഒരു കാര്യം പറയാം, എനിക്ക് ഈ സെഡാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റേഷ്യോ വേണം. അതായത് നല്ല നീളമുള്ള ഹുഡ്, ഒരു മോഡറേറ്റ്ലി സൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ, ട്രങ്കിന്റെ നീളം എന്ന് പറയുന്നത് ഈ ഹുഡിന്റെ നീളത്തിന്റെ ഒരു പകുതി മുക്കാലൊക്കെ ആയാൽ കൊള്ളാം. അപ്പൊ അതൊരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ. FD സിവിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഡിസൈനാണ്. പക്ഷെ എന്നിട്ടും ഇതെന്റെ ഫേവറേറ്റ് സെഡാൻസിൽ ഒരെണ്ണം. എന്നാലും അവർ ഇതേ ക്യാബ് ഫോർവേഡ് ഷാസി തന്നെ ഇതിന്റെ ടൈപ്പ് R മോഡൽ ഇറക്കി. അത് അന്യായ ലുക്കുള്ള ഒരു സ്പോർട്സ് സെഡാൻ. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ചില ഡിസൈൻ എലമെന്റ്സ്, ഇപ്പം A പില്ലറിന്റെ അവിടെ ഉള്ള ഈ ക്വാർട്ടർ ഗ്ലാസ് അറിയാമല്ലോ. അപ്പൊ ഇതെന്ന് വെച്ചാൽ ചുമ്മാ വെച്ചേക്കുന്നല്ലേ, ഈ A പില്ലർ മേളിൽ കൂടെ പോകുമ്പോൾ താഴെ നിന്നൊരു വെർട്ടിക്കൽ സപ്പോർട്ടാണ് ഇതിനകത്തൂടെ പോകുന്നത്. ഈ ഒരു കോർണറിൽ ഇങ്ങനെ ട്രയാങ്കിൾ വരുമ്പോഴത്തേക്ക് അത് ഈ ഒരു ജോയിന്റിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കൂട്ടുക ചെയ്യുന്നത്. നിങ്ങൾ ഇതിന്റെ ഈ ഡാഷ്ബോർഡ് നോക്കി, സ്റ്റിയറിംഗ് കവർ മൈൻഡ് ചെയ്യേണ്ട, അത് ഞാൻ ഉടനെ മാറ്റും. ഇത് 2011 വണ്ടിയാണെങ്കിലും ഈ ഡിസൈൻ വന്നത് 2007. അന്നേ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ്.
ഇന്നും അതെ. താഴെ ടാക്കോമീറ്റർ, മേളിൽ സ്പീഡോമീറ്റർ. ഡ്രൈവറിന്റെ POV നോക്കുവാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് പോയേക്കുന്നത് കൃത്യം ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടെ. പില്ലർ കാരണം ഒരു വിസിബിലിറ്റി പ്രശ്നമുണ്ട്, അത് കുഴപ്പമില്ല, ശീലമായിക്കോളൂ. പ്രോപ്പർ ഡെഡ് പെഡൽ ഉണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് ഫ്ലോർ മൗണ്ടഡ് ആക്സലറേറ്റർ പെഡൽ. ഇത് ഹീൽ ടോ ഒക്കെ ചെയ്യാൻ അടിപൊളി സാധനമാണ്. പിന്നെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ ഫ്യൂൽ എക്കോണമി എല്ലാവർക്കും വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ അഗ്രസീവായിട്ടാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ സിറ്റിക്കകത്തൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണ് ഓടിക്കുന്നതെങ്കിൽ 9-10 മാക്സ്. എന്നാൽ RPM ഒരുപാട് കയറ്റാതെ മര്യാദയ്ക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് 14 വരെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ആക്ച്വൽ വള്ളികളിലേക്ക് വരാം. പ്രധാന വള്ളി ഫ്രണ്ട് വീലിന്റെ ക്യാമ്പർ. നിങ്ങൾക്ക് വണ്ടികളുടെ ക്യാമ്പർ, കാസ്റ്റർ, ടോ ആംഗിൾസ് ഒക്കെ അറിയാമല്ലോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞുതരാം. ഓക്കെ ഗായ്സ്, ക്യാമ്പർ, കാസ്റ്റർ, ടോ എന്നീ ആംഗിൾസ് പറഞ്ഞു തരാനായിട്ട് ഞാൻ എൻ്റെ പഴയ ഒരു ഫെറാറി എൻസോയുടെ ടോയ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് 6-7 അങ്ങോട്ട് കിട്ടിയ ടോയ് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ല ടോയ്സിൻ്റെ ഒന്നും വീല് എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു. സോ ഇത് ഫ്രണ്ട് റൈറ്റും ഇത് ഫ്രണ്ട് ലെഫ്റ്റും ടയേഴ്സാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിത് ഇവിടുന്ന് എടുക്കുവാണ്. ഇതെവിടെ പോകുന്നു അവിടെ. ഓക്കെ, ക്യാമ്പർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വീൽ ഇതേ നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ വീലിൻ്റെ ടോപ്പ് പുറത്തോട്ടാണോ അതോ അകത്തോട്ടാണോ എന്ന് തീരുമാനിക്കുന്ന ആംഗിൾ. ഇത് ന്യൂട്രൽ ക്യാമ്പർ, ഇത് നെഗറ്റീവ് ക്യാമ്പർ, ഇത് പോസിറ്റീവ് ക്യാമ്പർ. അതായത് സ്ലൈറ്റ് നെഗറ്റീവ് ക്യാമ്പർ ഉണ്ടെങ്കിൽ വണ്ടി ഇതേ ഇങ്ങനെ ഇരിക്കും. ഇവിടെ മാത്രമല്ല ഇപ്പുറത്തെ സൈഡും. പോസിറ്റീവ് ആണെങ്കിൽ ഇതേ ഇങ്ങനെ എന്ത് ചെയ്യും, അതെ ഇങ്ങനെ. നമ്മുടെ റോഡിൽ ഓടിക്കുന്ന സാധാ വണ്ടികൾക്ക് നോർമലി സ്ലൈറ്റ് നെഗറ്റീവ് ക്യാമ്പർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 0 ക്യാമറ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ റേസ് കാഴ്സിന് നല്ല നെഗറ്റീവ് ക്യാമറ കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹെവി കോർണറിങ് ചെയ്യുക, അതായത് വലത്തോട്ട് തിരിയുവാണെങ്കിൽ പ്രഷർ മൊത്തം വരുന്ന ഇടത്തെ വീലിനായിരിക്കും. ആ വീൽ ഓൾറെഡി ചരിഞ്ഞിരിക്കുവാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ന്യൂട്രൽ ആവാനാണ് നോക്കുന്നത്. അപ്പോൾ മാക്സിമം ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, അതിൻ്റെ ഇപ്പുറത്തെ ടയർ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇരിക്കുമല്ലേ, അതിന് പ്രശ്നം വരത്തില്ലായിരുന്നു. ശരിക്കും ലെഫ്റ്റ് ടയറിന് അത്ര ഹെവി ലോഡ് റൈറ്റിൽ വരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റപ്പ്. ഇനി ടോ ആംഗിൾസിൻ്റെ കാര്യം പറയാം. ഇതാണ് കാറിൻ്റെ ഫ്രണ്ട് വീൽസ് എങ്കിൽ ദേ ഇതായിരിക്കും ടോ ഇൻ എന്ന് പറയുന്ന ആംഗിൾ. ഇത്രയും വലിയ ആംഗിളൊന്നും അല്ല, അത് ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്ലൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, ഇത് ടോ ഇൻ ആൻഡ് ഇത് ടോ ഔട്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാറിൻ്റെ വീൽസ് എല്ലാം പെർഫെക്റ്റ്ലി സ്ട്രൈറ്റ് ഫ്രണ്ടിലോട്ട് ഇരിക്കുമല്ല. ശരിക്കും ചെറിയ ടോ ഇൻ ആംഗിളാണ് ഏറ്റവും നല്ലത്. കാരണം ലെഫ്റ്റ് വീലും റൈറ്റ് വീലും കൂടെ അകത്തോട്ട് പിടിക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്ട്രൈറ്റ് ലൈനിൽ പോകാനുള്ള ടെൻഡൻസി വരും. അത് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഇവിടുത്തെ തിയറി. ഇനി അടുത്താണ് കാസ്റ്റർ ആംഗിൾ. ഇത് നേരത്തെ പറഞ്ഞ പോലെ കാറ് അതിൻ്റെ ഫ്രണ്ട് റൈറ്റ് വീല് ശ്രദ്ധിച്ച് നോക്കിയോ. ഇതിപ്പോൾ നോർമലി തിരിയുന്നത് ഈ ആംഗിളിലാണ്. അതായത് എൻ്റെ ചൂണ്ടുവിരൽ നോക്കിയേ, അതാണ് ഇതിൻ്റെ തിരിയാനുള്ള ആക്സിസ്. ആ ആംഗിൾ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി തിരിക്കട്ടെ. അപ്പോൾ വീല് ഇങ്ങനെ തിരിയും. ഈ ആക്സിസ് ഞാൻ ഇങ്ങോട്ടാക്കി, അപ്പോൾ ആ ആംഗിളാണ് പോസിറ്റീവ് കാസ്റ്റർ. ഈ ആംഗിൾ ഞാൻ ഇങ്ങോട്ടാണ് ആക്കിയിരുന്നെങ്കിൽ വീലിതേ ഇങ്ങനെ തിരിയും. ഇത് നെഗറ്റീവ് കാസ്റ്റർ. ഒരിക്കലും നെഗറ്റീവ് കാസ്റ്റർ ഇടരുത്. ഇനി ഇത് കാറെ കാണിച്ചു തരാം. ഇതാണ് ന്യൂട്രൽ കാസ്റ്റർ എങ്കിൽ ഇതാണ് തിരിക്കുമ്പോൾ ഉള്ള പോസിറ്റീവ് കാസ്റ്റർ. അതായത് മനസ്സിലായില്ലേ, കാസ്റ്റർ ആംഗിളിൽ ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വീല് സ്ട്രെയിറ്റ് വെച്ചേക്കുമ്പോൾ ഇങ്ങനെ ചരിവൊന്നും കാണത്തില്ല. ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന വീലിപ്പോൾ ഇത്ര സ്ലൈറ്റ് ആംഗിളിൽ ഇങ്ങനെ തിരിയുന്നു. മിക്കവാറുള്ള എല്ലാ കാറുകളിലും പോസിറ്റീവ് കാസ്റ്റർ ആയിരിക്കും വെക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ വിട്ടിട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറങ്ങി തിരിച്ച് സെൽഫ് സെൻറ്റർ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അത് ഇൻ ടേൺ സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ പോസിറ്റീവ് കാസ്റ്ററിന് വേറെ അഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ചോ, അതായത് പോസിറ്റീവ് കാസ്റ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു വളവ് തിരിക്കുമ്പോൾ ഉള്ള ഇൻസൈഡ് വീലിന് പോസിറ്റീവ് ക്യാമ്പറും ഔട്ട്സൈഡ് വീലിന് നെഗറ്റീവ് ക്യാമ്പറും വരും. വളവ് തിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഔട്ട്സൈഡ് വീലിന് നെഗറ്റീവ് ക്യാമ്പർ ആവശ്യമുണ്ട്. കാരണം വെയിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അത് പിടിച്ച് നേരെയാക്കാൻ നോക്കും. അപ്പോൾ മാക്സിമം കോൺടാക്ട് പാച്ച് നോക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ സാധാ ക്യാമ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് സ്റ്റാറ്റിക് ക്യാമ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു ഡൈനാമിക് ക്യാമ്പർ ഉള്ളപ്പോൾ അതിനെ കുറച്ച് ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഇനി എൻ്റെ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ, ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഈ വീലിൻ്റെ ടോപ്പിൻ്റെ പുറത്തോട്ട് വയ്ക്കും. അതായത് എനിക്ക് പോസിറ്റീവ് ക്യാമ്പർ ഉണ്ട്. റിയർ വീലുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിൾ ഉണ്ട് പോസിറ്റീവ്. അത് മോസ്റ്റ് പ്രോബബ്ലി എന്തോ ഇടിയോ അല്ലെങ്കിൽ നല്ല കുഴിയോ എന്തിലോ ചാടിയിട്ട് പറ്റിയതാണ്. കാരണം സിവിക്കിന് സ്റ്റോക്ക് സെറ്റപ്പിൽ ക്യാമ്പർ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അത് ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അത് കുറെ വണ്ടികൾ അങ്ങനെ ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് സസ്പെൻഷൻ സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പർ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതെന്താണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇത് ഒന്നെങ്കിൽ ലോറാമോ അല്ലെങ്കിൽ ബെൻഡായിട്ടുള്ള ഷോക്കോ എന്തിൻ്റെയും പ്രശ്നമായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം, പില്ലറിന്റെ ടോപ്പ് പോർഷനിൽ നിന്ന് ഒരു ലീക്ക്. അത് രണ്ട് സൈഡിലും ഉണ്ട്. റൂഫ് ലൈനറും ഈ പില്ലറിന്റെ കവറോടെ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ വെള്ളം ഡ്രിപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒരു മഴയത്ത് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴല്ല ആക്സിലറേറ്റ് ചെയ്യുമ്പോഴാണ് ഡ്രിപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വെള്ളം വീഴണമെങ്കിൽ വെള്ളം ഇതിന്റെ ഫ്രണ്ടിൽ അക്യുമുലേറ്റ് ആയിരുന്നില്ലേ, ഇതിന്റെ ഫ്രണ്ടിലെങ്ങും അങ്ങനെ ആവാനുള്ള സ്ഥലമില്ല. അതൊരു പിടി കിട്ടുന്നില്ല. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ സിവിക്കിന് കുറെ എണ്ണത്തിന് ഇഷ്യൂ വന്ന് കണ്ടിട്ടുണ്ട്. അത് മെയിൻലി വരാറുള്ളത് റൂഫ് മോൾഡിങ്സ് ഇല്ലേ, ഈ രണ്ട് ബ്ലാക്ക് ലൈൻ മണ്ടയ്ക്കോട്ട് വയ്ക്കുന്നത്. അത് ജസ്റ്റ് റൂഫിൽ മാത്രം നിൽക്കുന്ന സാധനമല്ല, അത് ഫ്രണ്ട് വിൻഷീൽഡിന്റെ താഴെ
എന്നാണ് തുടങ്ങുന്നത്. ഈ റൂഫ് മൗണ്ടിങ്ങിന് താഴെയുള്ള ഫാക്ടറി സീം ഉണ്ടല്ലോ, അതൊരു സീലന്റ് വെച്ചായിരിക്കും അത് ഒട്ടിക്കുന്നത്. ഒത്തിരി നാളിരിക്കുമ്പോൾ ദ്രവിച്ചൊക്കെ പോകും. അപ്പോൾ വേറെ സീലന്റ് വെച്ച് നമ്മളത് സീൽ ചെയ്യേണ്ടി വരും. അതൊന്ന്. വിൻഷീൽഡിന്റെ ടോപ്പ് ലൈനില്ലേ അവിടെ കൂടെ ഒരു സീൽ പോയിട്ടുണ്ട്. ആ സീലിനും ഇതേപോലെ റബ്ബർ ഡിസിൻറ്റിഗ്രേറ്റ് ആയിട്ട് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ പെയിന്റ് ക്വാളിറ്റി എനിക്ക് തോന്നുന്നു യൂസ്ഡ് കാർ ഷോപ്പിലൊക്കെ ഈ വണ്ടി തിളങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരിട്ട് ബഫി കോമ്പൗണ്ട് ഇട്ട് ചെയ്ത് അവസാനം ഇതിന്റെ ക്ലിയർ കോട്ട് മൊത്തം പോയി. പല പോർഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എഡ്ജസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇത് പോയി ഇപ്പൊ എനിക്ക് പ്രൈമർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫുൾ ബോഡി റീപെയിന്റ് എന്തായാലും വണ്ടിക്ക് ആവശ്യമുണ്ട്. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കളേഴ്സിന്റെ ഒരു കുറച്ച് ഓപ്ഷൻസ് പറയാം, നിങ്ങളും കൂടെ ഒന്ന് പ്രൈമർ ആക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൂഗൻ കിറ്റിന്റെ കാര്യം, ഇറ്റ്സ് മൂഗൻ നോട്ട് മ്യൂഗൻ. ഓക്കെ, നിങ്ങൾ ആക്ച്വൽ മൂഗൻ RR വണ്ടി കണ്ടിട്ടില്ലേ? അതിന്റെ ബമ്പറിന്റെ ഡയമെൻഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊരു പ്രത്യേക രീതിയിൽ, അതായത് ബമ്പറിലെ വെന്റിന്റെ താഴെയുള്ള ലിപ്പ് ഏരിയ ഉണ്ടല്ലോ അതിന്റെ തിക്നെസ് നിങ്ങൾ നോക്കിയോ. പിന്നെ ആ ബമ്പറിലെ വെന്റിന് ഒരു കേർവ് ഉണ്ട് മൊത്തത്തിൽ. ഇനി നാട്ടിൽ കിട്ടുന്ന മൂഗൻ കിറ്റ് കാണിച്ചു തരാം. ഈ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ കിറ്റുകൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത്. പ്രോപ്പർ ജോമെട്രിയിൽ ഒരു സാധനം കിട്ടുവാണെങ്കിൽ ഓക്കെ, അല്ലാതെ എനിക്ക് ടൈപ്പ് ആർ കിറ്റ് വെക്കാൻ തന്നെയാണ് ഭ്രാന്ത്. കാരണം ഈ ടൈപ്പ് ആർ കിറ്റിന്റെ ഒരു അടിച്ചു വരത്തിയ വേർഷനാണ് നമുക്ക് ഇവിടെ ഫേസ് ലിഫ്റ്റിന് കിട്ടിയത്. അപ്പൊ അത് ഈ പ്രോപ്പർ ടൈപ്പ് ആർ കിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബോൾഡ് ലുക്ക് വരും എന്ന് തോന്നുന്നു. അപ്പൊ റെൻസാനി കയറ്റിയിട്ട് ഈ യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ ആദ്യത്തെ കുറെ പരിപാടികളുണ്ടല്ലോ, അതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ. അപ്പൊ എയർ ഫിൽറ്റർ ഞാൻ സാധാ സാധനം വെക്കുന്നതിന് പകരം ഒരു BMCയുടെ മറ്റേ റീപ്ലേസ്മെന്റ് ഫിൽറ്റർ വെക്കാന്ന് വിചാരിച്ചു. അതാവുമ്പോൾ പിന്നെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഡാരൽ ബ്രോ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞു, എടാ നീ എന്നാൽ പിന്നെ ഒരു ഇൻടേക്ക് അങ്ങ് വെക്ക്, പൈപ്പിങ്ങും ഒരു കോൺ ഫിൽറ്ററോടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ എക്സ്ട്രാ ഒരു 7-8 രൂപ പോലെ ആവും, എന്നാൽ പിന്നെ അത് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അത് പിന്നത്തേക്ക് വെക്കാം, നമുക്ക് ഇപ്പോഴത്തേക്ക് ഇത് മതി. അതിന്റെ ഇപ്പം എനിക്ക് കേൾക്കാം നോക്കാം. അതിന്റെ കൂടെ നമ്മുടെ കുരുവിള ബ്രോ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. കുരുവിള പോയിട്ട് ഒരു F87 M2 അങ്ങ് എടുത്തു. അപ്പൊ ഈ F87ന്റെ ഒരു ഷോക്കേസ് വീഡിയോ പോലെ സാധനം ഇവര് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അതിനകത്ത് അഭിനയിക്കാനായിട്ട് എന്നെയും വിളിച്ചു. അച്ഛൻ ഛർദ്ദിച്ചും പാല്. അങ്ങനെ ഞാൻ റെൻസവനിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മല് നമ്മുടെ BMC ഫിൽറ്റർ കൊണ്ട് എന്റെ കയ്യിലോട്ട് വന്നു. എന്റെ പൊന്നളിയ ആഹാ ഉള്ളല്ലേ. ഇറ്റാലിയനോ? ഇല്ല, പൊട്ടിച്ചോട്ടെ. സ്റ്റിക്കർ ഉണ്ടോ? എന്തി ഇല്ല, വണ്ടിക്കകത്ത് ഞാനിത് എവിടെ കൊണ്ടൊട്ടിക്കും മോനെ. നോക്കട്ടെ സൗണ്ടിൽ എന്ത് വ്യത്യാസം വരുന്നു നോക്കട്ടെ. ഇതേ നല്ല മണം പോയിരിക്കാൻ കവറിട്ടാൻ വെച്ചാലോ. കോൾഡറിന്റെ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും അല്ലേ. വാഷ് കഴിഞ്ഞു. നല്ല രസം. അവന്റെ ആ തൊട കണ്ടോ? മെക്കാനിക് ബാക്കിയുള്ളവർ പരിചയപ്പെടുത്തരൂ. ഒന്ന് മോളെടുത്ത് വേണ്ട മോനാളി ഡാരൽ ബ്രോ ആൻഡ് എൽസിനെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അതൊക്കെ എനിക്കറിയാം. നമ്മുടെ ആക്ടർ നമ്മുടെ കുരുവിള ബ്രോയുടെ M2 ഇവിടെ എത്തിയിട്ടുണ്ട്. G87 F87 ഓണറിന്റെ പ്രൗഡ് ഫേസ്ബുക്ക്. എല്ലാവരും G87 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഡിസൈൻ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. കാരണം നല്ലൊരു ഡിസൈനിൽ നിന്ന് അത് അലമ്പാക്കി അതിൻ്റെ പല സ്ഥലങ്ങളിൽ സ്ക്വയർഡ് ഓഫ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ പതുക്കെ എല്ലാവരും G87ൻ്റെ ഫാൻസായി. അപ്പോഴും എനിക്ക് F87 തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് M2. ഇത് നേരിട്ടൂടെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മോനെ എനിക്ക് ഇത് ലോഞ്ചിറ്റ്യൂഡ് ലെഞ്ചിനെ ഇത്രയും ചെറിയ വണ്ടിക്കകത്തോണ്ട് വെക്കുമ്പോഴത്തേക്ക് ഫുഡിന്റെ നീളം നോക്കിയാൽ ഈ ലിപ്പിന്റെ വില 8 ലക്ഷം രൂപ. ഓക്കെ, എന്തിന്റെ പണിയൊക്കെ പഠിക്കണ്ടേ? എന്താണ് ഈ കിടക്കുന്നത് പറഞ്ഞോ. ഒന്നൂടെ സോ കുരുവിള ബ്രോയെ നിങ്ങൾക്ക് അറിയായിരിക്കും. കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇൻസ്റ്റാ ചാനലിൽ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പുള്ളിയുടെ വെള്ള VRS, പിന്നെ ഇവിടുത്തെ നമ്മുടെ ഡാരൽ ബ്രോയുടെ VRS എല്ലാം കൂടെ ചേർത്ത് സൂമില്ലേ ആവശ്യം.
എല്ലാം ചേർത്ത് കുറേ കോണ്ടന്റ് ഇൻസ്റ്റ കിടപ്പുണ്ട്, നിങ്ങളത് കയറി നോക്കിയോ. അപ്പോൾ പുള്ളിയുടെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം, പുള്ളിയുടെ കുറേ നാളത്തെ മാനിഫെസ്റ്റേഷന് ശേഷം കിട്ടിയ സാധനമാണ്. സംഭവം രക്ഷയില്ല. സി പ്രോപ്പർ എം കാർ ആക്കിയിരുന്നു വേണ്ട. ഞങ്ങളത് പോയിട്ട് വരട്ടെ. ഞങ്ങൾക്ക് ഒരു റൈഡ് തന്നു, പക്ഷെ കുരുവിള ബ്രോ കയറുന്നില്ലെന്ന് പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ്, നമ്മൾ ഇത്രയും പേര് കയറിയിട്ട് ഇതുവഴി ഇറങ്ങുന്നത് 8 ലക്ഷം ഇപ്പൊ അറിയുന്നുള്ളൂ. എന്റെ അവസ്ഥ തന്നെ ഈ സാധനം ഇല്ലേ, ഈ നോബ് ഇങ്ങനെ നീ തിരിച്ച് ഡിയിലോട്ടിട്ട് ഇങ്ങനെ തട്ടുമ്പോ ഡി ആയി, അത് ഓട്ടോമാറ്റിക്. ഒന്നുകൂടെ തട്ടുമ്പോ അത് മാനുവലായി. അപ്പം നീ M2 ഇടുമ്പോ അത് തന്നെ മാനുവലാവും. ഇതിപ്പോ നീ തൽക്കാലം നോർമൽ മോഡിൽ ഡിയിൽ തന്നെ ഇട്ട് ഓടിക്കുക. എന്നിട്ട് M2 ഞെക്കുമ്പോ ഓർക്കണം തന്നെ ഷിഫ്റ്റ് ചെയ്തില്ല. അപ്പൊ നീ റെബോട്ട് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുമ്പോ ബാക്ക് ഡിങ്. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിപ്പോ ഓർമ്മ അറിയോ, ടോക്കിയോ ഡ്രിഫ്റ്റിനകത്ത് ഒരു സീനില്ലേ, ഡ്രിഫ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ വിളിക്കുന്നതാണോ ഇതിന്റെ ഇടയ്ക്ക്? F82 ആണോ? യോവിക്കോ വണ്ടി ഒന്നുമില്ല, പയ്യ ക്ലാസ് അമലേ അവരാതും പറയാതെ. ഫുൾ പൊട്ടൻഷ്യൽ ആയില്ലല്ലോ. ഇല്ല, ഞാൻ കഴിഞ്ഞിട്ട് പോണ എനിക്ക് കൊതിയോ ഇത്ര നാളും ജീവിച്ചിരുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. നമുക്ക് അറ്റാക്ക് വരെ വന്നിട്ട് ഞാൻ സെക്കൻഡ് ഇത്രയൊക്കെ പോയാൽ ഇതിനെ ഓരോ ഗിയർ മാറുമ്പോ തെന്നിപ്പോ ശകലം കൂടെ മുമ്പോട്ട് പോയി ആ താഴത്തെ വളവിട്ട് തിരിക്കാം പേട്ടയില്. ഈ ക്ലാസ് താക്കാനും പറ്റുന്നില്ല. അതാവും പറഞ്ഞു. വെറുതെ അവന് മൈലേജ് കിട്ടിയ ചെറിയ ഗിയറിൽ ഓടിക്കാൻ പറ്റത്തില്ല, പേടിയാവും. നമുക്ക് നേരെ പോകുമ്പോ അൽഫോൺസ ഇങ്ങനത്തെ പോയിന്റുകളിൽ പല കാര്യങ്ങളും ചെയ്യാൻ തോന്നും, ഒന്നും ചെയ്യരുത്. അമലേ വേറെ മോഡാണ് ഇത്. ആക്ച്വലി ഇത് ഭയങ്കര ഫൺ കേട്ടോ. മെയിനായിട്ട് പുഷ് ചെയ്യുമല്ലേ. അതെ. അല്ല, എനിക്കതല്ല, ട്രാൻസിഷൻ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഭയം ഇല്ലാതെ. അതെ, ഏറ്റവും പറ്റും. അടുത്ത GT7 ഇവര് സെറാഫ് ഇതാക്കി, ടോർക്ക് കൺട്രോളർ ആക്കി. അല്ലെങ്കിൽ വണ്ടി പതുക്കെ ന്യൂട്രൽ ഇങ്ങനെ ഇന്നെന്റെ ഷെഡിൽ കയറ്റിയപ്പോ അങ്ങനെ പറ്റി. ഞാൻ അപ്പ അമ്മ പുതിയ വണ്ടി കണ്ടില്ല വണ്ടിയോടെ പതുക്കെ ഇതെന്നെ മോനെ ഇത് നീങ്ങുന്നതെന്ന് ഞാൻ പുറകെ പോയി ഇങ്ങനെ പിടിച്ചു നിർത്തി. അടിപൊളി. അയ്യോ, അവനോട് ഈ കളറൊന്നും ഓക്കെ. ഗോ കാർട്ട് ഓൺ സ്റ്റെറോയിഡ്സ് എന്ന് പറയത്തില്ലേ, അതാണ് ഈ സാധനം.
ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോപ്പർ എം കാറിനകത്ത് കയറുന്നത്. റിയർ വീൽ ഡ്രൈവ് വണ്ടികളുടെ ഒരു ഇതുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്നത്. അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികൾ അറിയാമല്ലോ, നമ്മൾ പുള്ളിയും തോറും ട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് ലിഫ്റ്റ് ആവും, ഫ്രണ്ട് വീലിൻ്റെ ഗ്രിപ്പ് കുറയും. ഇത് പുഷ് ചെയ്യുവാണ്, വണ്ടി സ്ക്വാട്ടാവും, അതോടെ റിയർ വീലിൻ്റെ ഗ്രിപ്പ് കൂടും, പിന്നെ നമുക്ക് ആ പുഷ് കിട്ടുക ചെയ്യുന്നത്. കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരു ബോഡി എന്തല്ലേ വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്താ? ടീഷർട്ട് കുളിസി എല്ലാരും ഒരു ഫോൺ വീഡിയോ